നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ 10 rupee നോട്ട്, 10 രൂപ നോട്ട്. In a busy city tea shop, a 10-year-old boy named Kannan worked as an assistant. Although he had a deep desire to study, the poverty at home forced him to drop out of school to earn a living. തിരക്കേറിയ ഒരു നഗരത്തിലെ ചായക്കടയിൽ കണ്ണൻ എന്ന പേരുള്ള 10 വയസ്സുകാരൻ ഒരു സഹായിയായി ജോലി ചെയ്തിരുന്നു. പഠിക്കാൻ അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം കാരണം ഉപജീവനത്തിനായി പഠനം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങാൻ അവൻ നിർബന്ധിതനായി. ഇൻ എ ബിസി സിറ്റി ടീ ഷോപ്പ്. ബിസി തിരക്കുള്ള, ബിസി സിറ്റി തിരക്കുള്ള സിറ്റി അല്ലെങ്കിൽ തിരക്കുള്ള നഗരം. ടീ ഷോപ്പ് ചായക്കട. ഇൻ എ ബിസി സിറ്റി ടീ ഷോപ്പ് തിരക്കേറിയ ഒരു നഗരത്തിലെ ചായക്കടയിൽ. എ 10-year-old ബോയ് 10 വയസ്സുള്ള ഒരു ആൺകുട്ടി. ആ കുട്ടിയുടെ പേരും പറയുന്നുണ്ട്, നെയ്മഡ് കണ്ണൻ. നെയ്മഡ് എന്ന് വെച്ചാൽ പേരുള്ള, നെയ്മഡ് കണ്ണൻ, കണ്ണൻ എന്ന് പേരുള്ള. എ 10-year-old ബോയ് നെയ്മഡ് കണ്ണൻ. കണ്ണൻ എന്ന പേരുള്ള 10 വയസ്സുള്ള ആൺകുട്ടി. വർക്ക്ഡ് ആസ് ആൻ അസിസ്റ്റൻറ്റ്. വർക്ക്ഡ് ജോലി ചെയ്തു അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നു. ആസ് ആൻ അസിസ്റ്റൻറ്റ് ഒരു അസിസ്റ്റൻ്റായി. അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സഹായി. ആസ് ആൻ അസിസ്റ്റൻറ്റ് ഒരു സഹായിയായി. ഇൻ എ ബിസി സിറ്റി ടീ ഷോപ്പ് എ 10-year-old ബോയ് നെയ്മഡ് കണ്ണൻ വർക്ക്ഡ് ആസ് ആൻ അസിസ്റ്റൻറ്റ്. തിരക്കേറിയ ഒരു നഗരത്തിലെ ചായക്കടയിൽ കണ്ണൻ എന്ന പേരുള്ള 10 വയസ്സുകാരൻ ഒരു സഹായിയായി ജോലി ചെയ്തിരുന്നു. ഓൾദോ ഹി ഹാഡ് എ ഡീപ്പ് ഡിസയർ ടു സ്റ്റഡി. ഓൾദോ എന്ന് വെച്ചാൽ എങ്കിലും, ആയിരുന്നിട്ടും, ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓൾദോ ഹീ ഈസ് സ്മോൾ ഹീ ഈസ് സ്ട്രോങ്. അവൻ ചെറുതാണെങ്കിലും അവൻ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ കരുത്തനാണ്. ഓൾദോ ഷീ വാസ് ടയേർഡ് ഷീ വർക്ക്ഡ്. അവൾക്ക് ക്ഷീണമായിരുന്നിട്ടും അവൾ ജോലി ചെയ്തു. ഹീ ഹാഡ്, ഹാഡ് ഉണ്ടായിരുന്നു. ഹീ ഹാഡ് അവന് ഉണ്ടായിരുന്നു. എ ഡീപ്പ് ഡിസയർ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, തീവ്രമായ, ഇതൊക്കെയാണ് അർത്ഥം. ഡിസയർ എന്ന് വെച്ചാൽ ആഗ്രഹം. എ ഡീപ്പ് ഡിസയർ ആഴത്തിലുള്ള അല്ലെങ്കിൽ തീവ്രമായ ഒരാഗ്രഹം. ടു സ്റ്റഡി പഠിക്കാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാവ് എ ഡീപ്പ് ഡിസയർ ടു ട്രാവൽ ദ വേൾഡ്. ലോകം ചുറ്റാൻ എനിക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. ഓൾദോ ഹി ഹാഡ് എ ഡീപ്പ് ഡിസയർ ടു സ്റ്റഡി. പഠിക്കാൻ അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും. ദ പോവേർട്ടി അറ്റ് ഹോം. പോവേർട്ടി ദാരിദ്ര്യം. അറ്റ് ഹോം വീട്ടിലെ. ദ പോവേർട്ടി അറ്റ് ഹോം വീട്ടിലെ ദാരിദ്ര്യം. ഫോഴ്സ്ഡ് ഹിം അവനെ ഫോഴ്സ് ചെയ്തു അല്ലെങ്കിൽ നിർബന്ധിതനാക്കി. ഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ നിർബന്ധിതനാക്കി അല്ലെങ്കിൽ നിർബന്ധിച്ചു. ഫോഴ്സ്ഡ് ഹിം അവനെ നിർബന്ധിതനാക്കി. ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ. ഡ്രോപ്പ് ഔട്ട് എന്ന് വെച്ചാൽ ഒരു ഫ്രേസൽ വെർബാണ്. ഇതിൻ്റെ അർത്ഥം പഠനമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നാണ്. ഇവിടെ കണ്ണൻ സ്കൂളിൽ പോകുന്നത് നിർത്തിയെന്ന് സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. പകുതിക്ക് വെച്ച് നിർത്തുക, കൊഴിഞ്ഞു പോവുക, ഇതൊക്കെയാണ് അർത്ഥം. ഫോഴ്സ്ഡ് ഹിം ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ. സ്കൂൾ പഠനം നിർത്തിവെക്കാൻ അവനെ നിർബന്ധിതനാക്കി. ടു ഏൺ എ ലിവിങ്. ഏൺ എ ലിവിങ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ പണം ഉണ്ടാക്കുന്നതിനെയാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപജീവനം കണ്ടെത്തുക, ജീവിക്കാൻ വകയുണ്ടാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കണ്ണൻ ചായക്കടയിൽ ജോലി ചെയ്യുന്നത് സ്വന്തം ജീവിത ചെലവിനും കുടുംബത്തെ സഹായിക്കാനുമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹീ വർക്ക്സ് ഡേ ആൻഡ് നൈറ്റ് ടു ഏൺ എ ലിവിങ്. അവൻ ജീവിക്കാൻ വക കണ്ടെത്താൻ പകലും രാത്രിയും ജോലി ചെയ്യുന്നു. ഈ പാരഗ്രാഫ് നമുക്ക് ഒന്നുകൂടെ കേട്ടു നോക്കാം. ഇൻ എ ബിസി സിറ്റി ടീ ഷോപ്പ് എ 10-year-old ബോയ് നെയ്മഡ് കണ്ണൻ വർക്ക്ഡ് ആസ് ആൻ അസിസ്റ്റൻറ്റ്. ഓൾദോ ഹി ഹാഡ് എ ഡീപ്പ് ഡിസയർ ടു സ്റ്റഡി, ദ പോവേർട്ടി അറ്റ് ഹോം ഫോഴ്സ്ഡ് ഹിം ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഏൺ എ ലിവിങ്. തിരക്കേറിയ ഒരു നഗരത്തിലെ ചായക്കടയിൽ കണ്ണൻ എന്ന പേരുള്ള 10 വയസ്സുകാരൻ ഒരു സഹായിയായി ജോലി ചെയ്തിരുന്നു. പഠിക്കാൻ അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീട്ടിലെ ദാരിദ്ര്യം കാരണം ഉപജീവനത്തിനായി പഠനം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങാൻ അവൻ നിർബന്ധിതനായി. വൺ ഡേ an elderly gentleman was having tea at the shop. While taking money out of his bag, a 10 rupee note accidentally fell to the floor. Kannan saw it. After the man left, Kannan picked up the money and tucked it into his pocket. ഒരു ദിവസം ഒരു വൃദ്ധൻ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. തൻ്റെ ബാഗിൽ നിന്ന് പണമെടുക്കുന്നതിനിടയിൽ 10 രൂപയുടെ ഒരു നോട്ട് അബദ്ധത്തിൽ നിലത്ത് വീണു. കണ്ണൻ അത് കണ്ടു. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ ആ പണമെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. വൺ ഡേ
ഒരു ദിവസം. ആൻ എൽഡർലി ജെൻറ്റിൽമാൻ. എൽഡർലി പ്രായമായ, ജെൻറ്റിൽമാൻ എന്ന് വെച്ചാൽ മാന്യനായ വ്യക്തി. ആൻ എൽഡർലി ജെൻറ്റിൽമാൻ പ്രായമായ ഒരു മാന്യൻ. വാസ് ഹാവിങ് ടീ അറ്റ് ദ ഷോപ്പ്. ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വാസ് ഹാവിങ് കുടിക്കുകയായിരുന്നു. ടീ ചായ. അറ്റ് ദ ഷോപ്പ് കടയിൽ. വൺ ഡേ ആൻ എൽഡർലി ജെൻറ്റിൽമാൻ വാസ് ഹാവിങ് ടീ അറ്റ് ദ ഷോപ്പ്. ഒരു ദിവസം പ്രായമായ ഒരു മാന്യൻ കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. വൈൽ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ 10 rupee നോട്ട് ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. വൈൽ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഹിസ് ബാഗ്. വൈൽ സമയത്ത്, മധ്യേ, ഇതൊക്കെയാണ് അർത്ഥം. ടേക്കിംഗ് ഔട്ട് എന്ന് വെച്ചാൽ പുറത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈൽ ടേക്കിംഗ് മണി ഔട്ട് പണം പുറത്തെടുക്കുമ്പോൾ. ഓഫീസ് ബാഗ്. ഓഫീസ് അദ്ദേഹത്തിൻ്റെ. ഓഫീസ് ബാഗ് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന്. വൈൽ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഹിസ് ബാഗ് തൻ്റെ ബാഗിൽ നിന്ന് പണമെടുക്കുമ്പോൾ അല്ലെങ്കിൽ പണമെടുക്കുന്നതിനിടയിൽ. എ 10 rupee നോട്ട് ഒരു 10 രൂപ നോട്ട്. ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. ആക്സിഡൻ്റലി എന്ന് വെച്ചാൽ യാദൃശ്ചികമായി, അബദ്ധവശാൽ അല്ലെങ്കിൽ അവിചാരിതമായി, ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡിഡ് ഇറ്റ് ആക്സിഡൻ്റലി. ഞാനത് അറിയാതെ ചെയ്തു. ഇവിടെ ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക. ഇതിൻ്റെ പാസ്റ്റാണ് ഫെൽ, വീണു. ആക്സിഡൻ്റലി ഫെൽ അറിയാതെ വീണു അല്ലെങ്കിൽ അബദ്ധവശാൽ വീണു. ടു ദ ഫ്ലോർ. ഫ്ലോർ എന്ന് വെച്ചാൽ നിലം അല്ലെങ്കിൽ തറ. ടു ദ ഫ്ലോർ നിലത്തേക്ക്. എ 10 rupee നോട്ട് ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. 10 രൂപയുടെ ഒരു നോട്ട് അബദ്ധവശാൽ നിലത്ത് വീണു. വൈൽ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ 10 rupee നോട്ട് ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. തൻ്റെ ബാഗിൽ നിന്ന് പണമെടുക്കുന്നതിനിടയിൽ 10 രൂപയുടെ ഒരു നോട്ട് അബദ്ധത്തിൽ നിലത്ത് വീണു. കണ്ണൻ സോ ഇറ്റ്. സീ എന്ന് പറഞ്ഞാൽ കാണുക. ഇതിൻ്റെ പാസ്റ്റാണ് സോ, കണ്ടു. ഇറ്റ് അത്. കണ്ണൻ സോ ഇറ്റ് കണ്ണൻ അത് കണ്ടു. ആഫ്റ്റർ ദ മാൻ ലെഫ്റ്റ് കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി ആൻഡ് ടക്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. ആഫ്റ്റർ ദ മാൻ ലെഫ്റ്റ്. ആഫ്റ്റർ ശേഷം, ലെഫ്റ്റ് പോയി. ആഫ്റ്റർ ദ മാൻ ലെഫ്റ്റ് ആ മനുഷ്യൻ പോയതിന് ശേഷം അല്ലെങ്കിൽ ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ. കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി. പിക്ഡ് അപ്പ് എന്ന് വെച്ചാൽ എടുത്തു. കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി കണ്ണൻ ആ പണം എടുത്തു. ആൻഡ് ടക്ഡ് ഇറ്റ്. ടക്ക് എന്ന് വെച്ചാൽ തിരുകുക അല്ലെങ്കിൽ രഹസ്യമായി വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടക്ഡ് ഇറ്റ് അത് തിരികെ വെച്ചു. ഇൻ ടു ഹിസ് പോക്കറ്റ് തൻ്റെ പോക്കറ്റിലേക്ക്. കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി ആൻഡ് ടക്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. കണ്ണൻ ആ പണം എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു അല്ലെങ്കിൽ തിരികെ വെച്ചു. ആഫ്റ്റർ ദ മാൻ ലെഫ്റ്റ് കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി ആൻഡ് ടക്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ ആ പണമെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. വൺ ഡേ ആൻ എൽഡർലി ജെൻറ്റിൽമാൻ വാസ് ഹാവിങ് ടീ അറ്റ് ദ ഷോപ്പ്. വൈൽ ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ 10 rupee നോട്ട് ആക്സിഡൻ്റലി ഫെൽ ടു ദ ഫ്ലോർ. കണ്ണൻ സോ ഇറ്റ്. ആഫ്റ്റർ ദ മാൻ ലെഫ്റ്റ് കണ്ണൻ പിക്ഡ് അപ്പ് ദ മണി ആൻഡ് ടക്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. ഒരു ദിവസം പ്രായമായ ഒരു മാന്യൻ കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. തൻ്റെ ബാഗിൽ നിന്ന് പണമെടുക്കുന്നതിനിടയിൽ 10 രൂപയുടെ ഒരു നോട്ട് അബദ്ധത്തിൽ നിലത്തു വീണു. കണ്ണൻ അത് കണ്ടു. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ ആ പണമെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. ദാറ്റ് നൈറ്റ് ആസ് ഹി ലുക്ക്ഡ് അറ്റ് ദ 10 rupee നോട്ട് ഹി കുഡ്ന്റ് സ്ലീപ്പ്. ഹിസ് കോൺഷ്യൻസ് കെപ്റ്റ് ടെല്ലിംഗ് ഹിം ദാറ്റ് വാട്ട് ഹി ഡിഡ് വാസ് സ്റ്റീലിംഗ്. ദ നെക്സ്റ്റ് ഡേ വെൻ ദ ജെൻറ്റിൽമാൻ റിട്ടേൺ ടു ദ ഷോപ്പ് കണ്ണൻ റഷ് ടു ഹിം ആൻഡ് റിട്ടേൺ ദ മണി. അന്ന് രാത്രി ആ 10 രൂപ നോട്ടിലേക്ക് നോക്കിയപ്പോൾ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് മോഷണമാണെന്ന് അവൻ്റെ മനസാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ആ മാന്യൻ കടയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ പണം തിരികെ നൽകി. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി. ആസ് ഹി ലുക്ക്ഡ് അറ്റ് ദ 10 rupee നോട്ട്. ആസ് ഹി ലുക്ക്ഡ്. ആസ് എന്ന് വെച്ചാൽ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. ലുക്ക്ഡ് നോക്കി. ആസ് ഹി ലുക്ക്ഡ് അവൻ നോക്കിയപ്പോൾ. അറ്റ് ദ 10 rupee നോട്ട് 10 രൂപ നോട്ടിലേക്ക്. ഹി കുഡിൻ സ്ലീപ്പ്. കുഡിൻ കഴിഞ്ഞില്ല. സ്ലീപ്പ് ഉറങ്ങുക. ഹി കുഡിൻ സ്ലീപ്പ് അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അവന് പോകാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാം? ഹി കുഡിൻ ഗോ. അപ്പോൾ ഇവിടെ ദാറ്റ് നൈറ്റ് ആസ് ഹി ലുക്ക്ഡ് അറ്റ് ദ 10 rupee നോട്ട് ഹി കുഡിൻ സ്ലീപ്പ്. അന്ന് രാത്രി ആ 10 രൂപ നോട്ടിലേക്ക് നോക്കിയപ്പോൾ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹിസ് കോൺഷ്യൻസ് കെപ്റ്റ് ടെല്ലിംഗ് ഹിം ദാറ്റ് വാട്ട് ഹി ഡിഡ് വാസ് സ്റ്റീലിംഗ്.
ഹിസ് കോൺഷ്യൻസ്. ഹിസ് അവൻ്റെ, കോൺഷ്യൻസ് എന്ന് വെച്ചാൽ മനസാക്ഷി അല്ലെങ്കിൽ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ശേഷി, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് കോൺഷ്യൻസ് അവൻ്റെ മനസാക്ഷി. കെപ്റ്റ് ടെല്ലിങ് ഹിം. ടെൽ പറയുക. കെപ്റ്റ് ടെല്ലിങ് ഹിം പറഞ്ഞുകൊണ്ടിരുന്നു. ദാറ്റ് വാട്ട് ഹി ഡിഡ് വാസ് സ്റ്റീലിംഗ്. വാട്ട് എന്താണോ അത്. ഡിഡ് ചെയ്തത്. വാസ് ആയിരുന്നു. സ്റ്റീലിംഗ് എന്ന് വെച്ചാൽ മോഷണം. ദാറ്റ് വാട്ട് ഹി ഡിഡ് അവൻ ചെയ്തത് എന്താണോ അത്. വാസ് സ്റ്റീലിംഗ് മോഷണമായിരുന്നു. ഹിസ് കോൺഷ്യൻസ് കെപ്റ്റ് ടെല്ലിങ് ഹിം ദാറ്റ് വാട്ട് ഹി ഡിഡ് വാസ് സ്റ്റീലിംഗ്. താൻ ചെയ്തത് മോഷണമാണെന്ന് അവൻ്റെ മനസാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു. ദ നെക്സ്റ്റ് ഡേ വെൻ ദ ജെന്റിൽമാൻ റിട്ടേൺ ടു ദ ഷോപ്പ്, കണ്ണൻ റഷ് ടു ഹിം ആൻഡ് റിട്ടേൺ ദ മണി. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം. വെൻ ദ ജെന്റിൽമാൻ റിട്ടേൺ ടു ദ ഷോപ്പ്. വെൻ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ. ദ ജെന്റിൽമാൻ ആ മാന്യൻ. റിട്ടേൺഡ് തിരിച്ചു വന്നു അല്ലെങ്കിൽ മടങ്ങി വന്നു. ടു ദ ഷോപ്പ് ഷോപ്പിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക്. വെൻ ദ ജെന്റിൽമാൻ റിട്ടേൺ ടു ദ ഷോപ്പ് ആ മാന്യൻ കടയിലേക്ക് തിരിച്ചു വന്നപ്പോൾ. കണ്ണൻ റഷ് ടു ഹിം ആൻഡ് റിട്ടേൺ ദ മണി. കണ്ണൻ റഷ് ടു ഹിം. റഷ് എന്ന് വെച്ചാൽ ഓടിച്ചെന്നു അല്ലെങ്കിൽ വേഗത്തിൽ ചെന്നു എന്നാണ് അർത്ഥം. കണ്ണൻ റഷ് ടു ഹിം. കണ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആൻഡ് റിട്ടേൺ ദ മണി. റിട്ടേൺ എന്ന് പറയുന്നത് തിരിച്ചു വരിക അല്ലെങ്കിൽ മടങ്ങി വരിക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മടക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാം. റിട്ടേൺ ദ മണി പണം തിരികെ നൽകി. ദ നെക്സ്റ്റ് ഡേ വെൻ ദ ജെന്റിൽമാൻ റിട്ടേൺ ടു ദ ഷോപ്പ്, കണ്ണൻ റഷ് ടു ഹിം ആൻഡ് റിട്ടേൺ ദ മണി. അടുത്ത ദിവസം ആ മാന്യൻ കടയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ പണം തിരികെ നൽകി. ദാറ്റ് നൈറ്റ് ആസ് ഹി ലുക്ക്ഡ് അറ്റ് ദ 10 rupee note, he couldn't sleep. His conscience kept telling him that what he did was stealing. The next day, when the gentleman returned to the shop, Kannan rushed to him and returned the money. അന്ന് രാത്രി ആ 10 രൂപ നോട്ടിലേക്ക് നോക്കിയപ്പോൾ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് മോഷണമാണെന്ന് അവൻ്റെ മനസാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ആ മാന്യൻ കടയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ പണം തിരികെ നൽകി. The man smiled and said, "Son, that note didn't fall by accident. I dropped it on purpose to test your honesty. I was certain you would return it." ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, ആ നോട്ട് അബദ്ധത്തിൽ വീണതല്ല. നിന്റെ സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. നീ അത് തിരികെ നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു." The man smiled and said. The man ആ മനുഷ്യൻ smiled പുഞ്ചിരിച്ചു and said എന്ന് വെച്ചാൽ പറഞ്ഞു. The man smiled and said ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "Son മകനെ, that note didn't fall by accident." That note ആ നോട്ട് അല്ലെങ്കിൽ ആ രൂപ didn't fall by accident. fall എന്ന് വെച്ചാൽ വീഴുക. didn't fall വീണതല്ല. by accident. ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ അബദ്ധം അല്ലെങ്കിൽ ആകസ്മികം എന്നൊക്കെയാണ് അർത്ഥം. by accident അബദ്ധത്തിൽ. That note didn't fall by accident. ആ നോട്ട് അബദ്ധത്തിൽ വീണതല്ല. The man smiled and said, "Son, that note didn't fall by accident." ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, ആ നോട്ട് അബദ്ധത്തിൽ വീണതല്ല. I dropped it on purpose to test your honesty." I dropped it. dropped എന്ന് വെച്ചാൽ താഴെ ഇട്ടു. I dropped it. ഞാനത് താഴെ ഇട്ടു. On purpose. on purpose എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ കരുതിക്കൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. I dropped it on purpose. ഞാനത് മനഃപൂർവ്വം ഇട്ടു. To test your honesty. Test പരിശോധിക്കുക. To test പരിശോധിക്കാൻ. Your honesty. honesty എന്ന് വെച്ചാൽ സത്യസന്ധത. To test your honesty. നിന്റെ സത്യസന്ധത പരിശോധിക്കാൻ. I dropped it on purpose to test your honesty. നിന്റെ സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. I was certain you would return it. certain എന്ന് വെച്ചാൽ ഉറപ്പുള്ള അല്ലെങ്കിൽ നിശ്ചയമുള്ള എന്നൊക്കെയാണ് അർത്ഥം. റിട്ടേൺ തിരികെ നൽകുക. I was certain എനിക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. You would return it. നീ അത് തിരികെ നൽകുമെന്ന്. വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യുമായിരുന്നു എന്ന് പറയാനായിട്ടാണ്. അതായത് ഭാവിയിൽ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കരുതിയ ഒരു കാര്യം. റിട്ടേൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തിരികെ നൽകുക അല്ലെങ്കിൽ മടക്കി നൽകുക. ഇറ്റ് അത്. ഇവിടെ ആ നോട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. യു വുഡ് റിട്ടേൺ ഇറ്റ്. നീ അത് തിരികെ നൽകുമെന്ന്. I was certain you would return it.
നീ അത് തിരികെ നൽകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദ മാൻ സ്മൈൽഡ് ആൻഡ് സെഡ്, സൺ, ദാറ്റ് നോട്ട് ഡിഡിൻറ്റ് fall by accident. I dropped it on purpose to test your honesty. I was certain you would return it. ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ആ നോട്ട് അബദ്ധത്തിൽ വീണതല്ല. നിന്റെ സത്യസന്ധത പരിശോധിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. നീ അത് തിരികെ നൽകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദ ജെന്റിൽമാൻ വാസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ പ്രസ്റ്റീജിയസ് സ്കൂൾ ഇൻ ദ സിറ്റി. ഇംപ്രസ്ഡ് ബൈ കണ്ണൻസ് ഇൻറ്റഗ്രിറ്റി, he decided to sponsor the boy's education and enrolled him in his school. Years later, when Kannan graduated with top honors, the principal came to congratulate him. The gentleman was the principal of a prestigious school in the city. The gentleman, ആ മാന്യൻ, was, ആയിരുന്നു, the principal അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ, ഓഫ് എ പ്രസ്റ്റീജിയസ് സ്കൂൾ. പ്രസ്റ്റീജിയസ് എന്ന് വെച്ചാൽ പ്രശസ്തമായ അല്ലെങ്കിൽ ഉന്നതമായ എന്നൊക്കെയാണ് അർത്ഥം. ഓഫ് എ പ്രസ്റ്റീജിയസ് സ്കൂൾ, പ്രശസ്തമായ ഒരു സ്കൂളിലെ. ഇൻ ദ സിറ്റി, നഗരത്തിലെ. ദ ജെന്റിൽമാൻ വാസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ പ്രസ്റ്റീജിയസ് സ്കൂൾ ഇൻ ദ സിറ്റി. ആ മാന്യൻ നഗരത്തിലെ ഒരു പ്രശസ്ത സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. ഇംപ്രസ്ഡ് ബൈ കണ്ണൻസ് ഇൻറ്റഗ്രിറ്റി, ഹി ഡിസൈഡഡ് ടു സ്പോൺസർ ദ ബോയ്സ് എഡ്യൂക്കേഷൻ ആൻഡ് എൻറോൾഡ് ഹിം ഇൻ ഹിസ് സ്കൂൾ. ഇംപ്രസ്ഡ്, മതിപ്പ് തോന്നി അല്ലെങ്കിൽ ആകൃഷ്ടനായി. ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ സത്യസന്ധത, സ്വഭാവമഹിമ, ഇതൊക്കെയാണ് അർത്ഥം. ഇംപ്രസ്ഡ് ബൈ കണ്ണൻസ് ഇൻറ്റഗ്രിറ്റി, കണ്ണൻ്റെ സത്യസന്ധതയിൽ മതിപ്പ് തോന്നി. ഹി ഡിസൈഡഡ് ടു സ്പോൺസർ ദ ബോയ്സ് എഡ്യൂക്കേഷൻ. ഡിസൈഡഡ്, തീരുമാനിച്ചു. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ടു സ്പോൺസർ, സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ ചിലവുകൾ ഏറ്റെടുക്കാൻ. ദ ബോയ്സ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. ദ ബോയ്സ് എഡ്യൂക്കേഷൻ, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം. ആൻഡ് എൻറോൾഡ് ഹിം ഇൻ ഹിസ് സ്കൂൾ. എൻറോൾഡ് എന്ന് വെച്ചാൽ ചേർത്തു അല്ലെങ്കിൽ പ്രവേശിപ്പിച്ചു. എൻറോൾഡ് ഹിം, അവനെ ചേർത്തു. ഇൻ ഹിസ് സ്കൂൾ, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ. ഇംപ്രസ്ഡ് ബൈ കണ്ണൻസ് ഇൻറ്റഗ്രിറ്റി, ഹി ഡിസൈഡഡ് ടു സ്പോൺസർ ദ ബോയ്സ് എഡ്യൂക്കേഷൻ ആൻഡ് എൻറോൾഡ് ഹിം ഇൻ ഹിസ് സ്കൂൾ. കണ്ണൻ്റെ സത്യസന്ധതയിൽ മതിപ്പ് തോന്നിയ അദ്ദേഹം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാനും തൻ്റെ സ്കൂളിൽ തന്നെ അവനെ ചേർക്കാനും തീരുമാനിച്ചു. Years later, when Kannan graduated with top honors, the principal came to congratulate him. Years later, വർഷങ്ങൾക്ക് ശേഷം. When Kannan graduated with top honors. When, അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. കണ്ണൻ ഗ്രാജുവേറ്റഡ്, ഗ്രാജുവേറ്റഡ് എന്ന് വെച്ചാൽ ബിരുദം നേടി. വിത്ത് ടോപ്പ് ഓണേഴ്സ്, ടോപ്പ് ഓണേഴ്സ് എന്ന് വെച്ചാൽ മികച്ച വിജയം അല്ലെങ്കിൽ ഉന്നത ബഹുമതി. വിത്ത് ടോപ്പ് ഓണേഴ്സ്, മികച്ച വിജയത്തോടെ. വെൻ കണ്ണൻ ഗ്രാജുവേറ്റഡ് വിത്ത് ടോപ്പ് ഓണേഴ്സ്, കണ്ണൻ മികച്ച വിജയത്തോടെ അല്ലെങ്കിൽ ഉന്നത വിജയത്തോടെ ബിരുദം നേടിയപ്പോൾ. ദ പ്രിൻസിപ്പൽ കെയിം ടു കൺഗ്രാജുലേറ്റ് ഹിം. കം, വരിക, ഇതിൻ്റെ പാസ്റ്റാണ് കെയിം, വന്നു. ദ പ്രിൻസിപ്പൽ കെയിം, പ്രിൻസിപ്പൽ വന്നു. ടു കൺഗ്രാജുലേറ്റ് ഹിം, അവനെ അഭിനന്ദിക്കാൻ. ഇയേഴ്സ് ലേറ്റർ, വെൻ കണ്ണൻ ഗ്രാജുവേറ്റഡ് വിത്ത് ടോപ്പ് ഓണേഴ്സ്, ദ പ്രിൻസിപ്പൽ കെയിം ടു കൺഗ്രാജുലേറ്റ് ഹിം. വർഷങ്ങൾക്ക് ശേഷം കണ്ണൻ ഉന്നത വിജയത്തോടെ ബിരുദം നേടിയപ്പോൾ അവനെ അഭിനന്ദിക്കാനായി പ്രിൻസിപ്പൽ എത്തി. ദ ജെന്റിൽമാൻ വാസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ പ്രസ്റ്റീജിയസ് സ്കൂൾ ഇൻ ദ സിറ്റി. ഇംപ്രസ്ഡ് ബൈ കണ്ണൻസ് ഇൻറ്റഗ്രിറ്റി, ഹി ഡിസൈഡഡ് ടു സ്പോൺസർ ദ ബോയ്സ് എഡ്യൂക്കേഷൻ ആൻഡ് എൻറോൾഡ് ഹിം ഇൻ ഹിസ് സ്കൂൾ. ഇയേഴ്സ് ലേറ്റർ, വെൻ കണ്ണൻ ഗ്രാജുവേറ്റഡ് വിത്ത് ടോപ്പ് ഓണേഴ്സ്, ദ പ്രിൻസിപ്പൽ കെയിം ടു കൺഗ്രാജുലേറ്റ് ഹിം. ആ മാന്യൻ നഗരത്തിലെ ഒരു പ്രശസ്തമായ സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. കണ്ണൻ്റെ സത്യസന്ധതയിൽ മതിപ്പ് തോന്നിയ അദ്ദേഹം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാനും തൻ്റെ സ്കൂളിൽ തന്നെ അവനെ ചേർക്കാനും തീരുമാനിച്ചു. വർഷങ്ങൾക്ക് ശേഷം കണ്ണൻ ഉന്നത വിജയത്തോടെ ബിരുദം നേടിയപ്പോൾ അവനെ അഭിനന്ദിക്കാനായി പ്രിൻസിപ്പൽ എത്തി. ഹീ സെഡ്, ഇഫ് യു ഹാഡൻറ്റ് റിട്ടേൺഡ് ദോസ് 10 rupees that day, you would never have achieved this great success today. അന്ന് നീ ആ 10 രൂപ തിരിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ വലിയ വിജയം കൈവരിക്കാൻ നിനക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഹീ സെഡ്, സെഡ് പറഞ്ഞു. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു. ഇഫ് യു ഹാഡൻറ്റ് റിട്ടേൺഡ് ദോസ് 10 rupees that day. ഇഫ്, എങ്കിൽ. ഹാഡൻറ്റ് എന്ന് വെച്ചാൽ ഹാഡ് നോട്ട്, ചെയ്തിരുന്നില്ല. റിട്ടേൺഡ്, തിരിച്ചു നൽകി. ഹാഡൻറ്റ് റിട്ടേൺ എന്ന് വെച്ചാൽ തിരിച്ചു നൽകിയിരുന്നില്ല. ഇഫ് യു ഹാഡൻറ്റ് റിട്ടേൺഡ്, നീ അത് തിരിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ. ദോസ്, ആ. 10 rupees, 10 രൂപ. ദാറ്റ് ഡേ, ആ ദിവസം അല്ലെങ്കിൽ അന്ന്. ഇഫ് യു ഹാഡൻറ്റ് റിട്ടേൺഡ് ദോസ് 10 rupees that day, അന്ന് നീ ആ 10 രൂപ തിരിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ.
You would never have achieved this great success today. You would never have achieved. Would never എന്ന് വെച്ചാൽ ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ സാധിക്കില്ല. ഹാവ് ഇവിടെ പൂർത്തിയായി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വുഡ് നെവർ ഹാവ് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അച്ചീവ്ഡ് എന്ന് വെച്ചാൽ കൈവരിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക. വുഡ് നെവർ ഹാവ് അച്ചീവ്ഡ് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ലായിരുന്നു. ദിസ് ഗ്രേറ്റ് സക്സസ്. ഗ്രേറ്റ് വലിയ അല്ലെങ്കിൽ മഹത്തായ. സക്സസ് വിജയം. ദിസ് ഗ്രേറ്റ് സക്സസ് ഈ വലിയ വിജയം. ടുഡേ ഇന്ന്. യു വുഡ് നെവർ ഹാവ് അച്ചീവ്ഡ് ദിസ് ഗ്രേറ്റ് സക്സസ് ടുഡേ ഈ വലിയ വിജയം കൈവരിക്കാൻ നിനക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. ഹീ സെഡ് ഇഫ് യു ഹാഡൻറ്റ് റിട്ടേൺഡ് ദോസ് 10 rupees ദാറ്റ് ഡേ യു വുഡ് നെവർ ഹാവ് അച്ചീവ്ഡ് ദിസ് ഗ്രേറ്റ് സക്സസ് ടുഡേ. അന്ന് നീ ആ 10 രൂപ തിരിച്ചു നൽകിയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ വലിയ വിജയം കൈവരിക്കാൻ നിനക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു. മോറൽ അല്ലെങ്കിൽ ഗുണപാഠം. ഈ കഥയുടെ മോറലാണ് ഇനി പറയാൻ പോകുന്നത്. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് ഓണസ്റ്റി ക്യാൻ ബ്രിങ് അബൌട്ട് മാസീവ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഇൻറ്റഗ്രിറ്റി എനി ഒബ്സ്റ്റക്കിൾ ക്യാൻ ബി ഓവർകം. ചെറിയ സത്യസന്ധതകൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കഠിനാധ്വാനവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഈവൻ പോലും എന്നാണ് അർത്ഥം. സ്മോൾ ചെറിയ. ആക്ട്സ് എന്ന് വെച്ചാൽ പ്രവർത്തികൾ. ഓണസ്റ്റി സത്യസന്ധത. സ്മോൾ ആക്ട്സ് ഓഫ് ഓണസ്റ്റി ചെറിയ സത്യസന്ധതകൾ. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് ഓണസ്റ്റി ചെറിയ സത്യസന്ധതകൾ പോലും. ബ്രിങ് അബൌട്ട്. ബ്രിങ് അബൌട്ട് എന്ന് വെച്ചാൽ ഒരു ഫ്രേസൽ വെർബാണ്. കാരണമാകുക, കൊണ്ടുവരിക, ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ക്യാൻ ബ്രിങ് അബൌട്ട് മാസീവ് ചേഞ്ചസ്. മാസീവ് എന്ന് വെച്ചാൽ വലിയ അല്ലെങ്കിൽ ഭീമമായ. ചേഞ്ചസ് മാറ്റങ്ങൾ. മാസീവ് ചേഞ്ചസ് വലിയ മാറ്റങ്ങൾ. ക്യാൻ ബ്രിങ് അബൌട്ട് മാസീവ് ചേഞ്ചസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇൻ അവർ ലൈഫ്സ്. ലൈഫ്സ് എന്ന് വെച്ചാൽ ജീവിതങ്ങൾ. ലൈഫിൻ്റെ ബഹുവചനം ലൈഫ്സ്. ഇൻ അവർ ലൈഫ്സ് നമ്മുടെ ജീവിതത്തിൽ. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് ഓണസ്റ്റി ക്യാൻ ബ്രിങ് അബൌട്ട് മാസീവ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. ചെറിയ സത്യസന്ധതകൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഇൻറ്റഗ്രിറ്റി എനി ഒബ്സ്റ്റക്കിൾ ക്യാൻ ബി ഓവർകം. വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഹാർഡ് വർക്ക് കഠിനാധ്വാനം. ഇൻറ്റഗ്രിറ്റി വിശ്വസ്തത അല്ലെങ്കിൽ ആർജവം. വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഇൻറ്റഗ്രിറ്റി കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് എനി ഒബ്സ്റ്റക്കിൾ ക്യാൻ ബി ഓവർകം. എനി ഏതൊരു അല്ലെങ്കിൽ ഏത്. ഒബ്സ്റ്റക്കിൾ പ്രതിസന്ധി അല്ലെങ്കിൽ തടസ്സം. ക്യാൻ ബി സാധിക്കും. ഓവർകം എന്ന് വെച്ചാൽ അതിജീവിക്കുക അല്ലെങ്കിൽ മറികടക്കുക. എനി ഒബ്സ്റ്റക്കിൾ ക്യാൻ ബി ഓവർകം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് ഓണസ്റ്റി ക്യാൻ ബ്രിങ് അബൌട്ട് മാസീവ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് ഇൻറ്റഗ്രിറ്റി എനി ഒബ്സ്റ്റക്കിൾ ക്യാൻ ബി ഓവർകം. ചെറിയ സത്യസന്ധതകൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കഠിനാധ്വാനവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും.